ഹേ ഗായ്സ്, ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ്. ആരുടെയാണെന്ന് വെച്ചാൽ മൈ സിസ്റ്റേഴ്സ് 3rd ബർത്ത്ഡേ. അങ്ങനെ ഇന്നാണ് ഐസലിൻ്റെ ബർത്ത്ഡേ. ജൂൺ 13. ഓൾക്ക് ഇന്നൊക്കെ 3 വയസ്സായി. എന്നാലേ ഓളൊക്കെ ഉണ്ടായത്. ഏതായാലും ഇന്ന് നീപ്പിക്കാനും ഓളെ ഉണർത്താനും ആരും ആവശ്യം വന്നില്ല കേട്ടോ. ബർത്ത്ഡേൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഓളിന്ന് നേരത്തെ എണീച്ചു. പിന്നെ ഞങ്ങളോട് കുളിക്കാൻ വാന്നൊക്കെ പറഞ്ഞു. പിന്നെ രാവിലെ തന്നെ ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമല്ലോ. അതിനൊക്കെ ഞങ്ങൾ പറഞ്ഞ എല്ലാ പോസ്റ്റിലും അപ്പം തന്നെ നിന്നു കേട്ടോ. എല്ലാം ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ മേലെ. പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇപ്രാവശ്യം വലിയ ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ വീട്ടിൽ കുറച്ച് ബലൂണും ബർത്ത്ഡേ ഹാങ്ങിങ്സൊക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ. വീട്ടിൽ പിന്നെ അധികം വരുന്നില്ല, എന്നാലും കുറച്ച് 2-3 ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ട് ഓലെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. ഇവളാണെങ്കിൽ ആകെ എക്സൈറ്റ്മെൻറ്റ് കേക്ക് കട്ടിങ്ങിനാണ് കേട്ടോ. അപ്പോൾ കേക്ക് വന്നു. പിന്നെ പരിപാടി ഏതായാലും മാറ്റിയിട്ട് പായസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഐസലിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ പായസവും റെഡിയായി. പിന്നെ കുറച്ച് ഗസ്റ്റൊക്കെ വരുന്നതുകൊണ്ട് തന്നെ പിന്നെ ഉമ്മാക്കൊന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫുഡൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫുഡൊക്കെ ഞങ്ങളിങ്ങനെ ഉണ്ടാക്കിപ്പിച്ച് കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, ചിക്കൻ കടായി ഉണ്ടായിരുന്നു, പിന്നെ അതൊക്കെ സൈഡായി ചില തൈര്, പിന്നെ മെയിൻ ഫുഡ് എന്ന് പറയുമ്പോൾ ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോ പാത്രത്തിലാക്കി കവർ ചെയ്ത് കൊടുക്കുന്നതായിരുന്നു കേട്ടോ. ഞാനതൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. മാത്രമല്ല കേട്ടോ, അതൊക്കെ വേണ്ട പുളിയിഞ്ചി മയോണൈസ് അതൊക്കെ ഇതിൽ ഞങ്ങൾ പെട്ടിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള ആൾക്കാരെ ഒരു കാറ്ററിംഗ് സർവീസാണ്. അങ്ങനെ വരാനുള്ളവരൊക്കെ വന്നു കേട്ടോ. കാക്കുമാരും കസിനും ഒക്കെ വന്നു. അപ്പോൾ ലാസ്റ്റ് പിന്നെ ഇതിൽ പറഞ്ഞ് ഞങ്ങൾ കേക്ക് കട്ടിയാന്ന് തന്നെ കരുതി കേട്ടോ. കേക്ക് ഞങ്ങൾ സംഭവം കസ്റ്റമൈസ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞൊരു കളർ കിട്ടില്ല കേട്ടോ. ഞങ്ങൾ മറ്റേ റിബൺ കേക്കാണ് പറഞ്ഞിരുന്നത്. അതിൽ ബ്രൗൺ കളർ റിബൺ വന്നിട്ടുള്ള കേക്കാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ലാസ്റ്റ് മിനിറ്റിലായതുകൊണ്ട് അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഒരു പർപ്പിൾ കളർ ഇതായിട്ട് വന്നിരുന്നത്. പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. പിന്നെ കാണാനും നല്ലൊരു ബ്യൂട്ടിഫുൾ കേക്ക് തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അത് കട്ട് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഐസിൽ ബർത്ത്ഡേ എന്ന് പറഞ്ഞ കാര്യത്തിൽ എക്സൈറ്റഡ് എന്ന് പറയുന്നത് ഈ കേക്ക് കട്ട് ചെയ്യുന്ന കാര്യത്തിൽ എന്നിട്ട് അങ്ങനെ അത് കട്ട് ചെയ്തപ്പോൾ നല്ല ഹാപ്പിയായി. പിന്നെ അവൾ ഫ്രണ്ട്സുകളൊക്കെ വന്നിരുന്നു കേട്ടോ. അവൾ അങ്കലവാടിത്തെ ഫ്രണ്ടൊക്കെ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള. അപ്പോൾ കട്ട് ചെയ്ത് ഓർക്ക് എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഫുഡ് കഴിക്കാണ്ട് ഇപ്പോൾ കേക്ക് കുറച്ച് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവർ 3 കേട്ടില്ല കേട്ടോ. ഇവർ കേക്ക് തന്നെ ഫുള്ളിരുന്ന് തിന്നിരുന്നു. പിന്നെ വന്ന എല്ലാവരും ഇവൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. ഇത് പിന്നെ അവളുടെ ഫ്രണ്ട് കൊടുത്ത ഗിഫ്റ്റാണ്. ബാക്കിയുള്ളവരുടെ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ കവർ ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങളത് ഓപ്പൺ ചെയ്തിരുന്നില്ല. ലാസ്റ്റ് ഓപ്പൺ ചെയ്യാമെന്ന് കരുതി. പിന്നെ ഉള്ളത് എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ ഫുഡ് സെക്ഷൻ ഇരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണി ഫ്രൈഡ് റൈസൊക്കെ ഇങ്ങനെ റെഡിയാക്കി എല്ലാവരും കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും പോയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഓപ്പൺ സ്റ്റുഡിയോക്ക് പോവുകയാണ്. സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോഷൂട്ട് ഏരിയ. അപ്പോൾ ഇന്നിന് പോകാൻ കാരണം എന്താ വെച്ചാൽ ഇന്ന് ഇവിടെ നല്ലൊരു മൂഡിലാണല്ലോ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഇതിലായതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. വീടിൻ്റെ അടുത്താണെങ്കിൽ ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ. പക്ഷേ ഇപ്പോൾ ഇവിടെ ബുക്കിംഗ് ചെയ്തിട്ട് പ്രോഗ്രാംസിന് മാത്രമല്ല ഇതാക്കി. നോർമൽ ഫോട്ടോഷൂട്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വരെ വന്നത് വെറുതായി. അപ്പോൾ ഏതായാലും ഇറങ്ങിയതല്ലേ എന്ന് കരുതി ഞങ്ങൾ ടൗണിലൊക്കെ പോയിട്ട് ഡ്രസ്സ് കുറച്ചൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതെടുത്തു. ചെറിയ ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു ജ്യൂസ് കടയിൽ കയറി ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഐസലിൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ. ബൈ.